മാധവിക്കുട്ടി റെഡിയായി. മേധക്കുട്ടിയാണെങ്കിലും റെഡിയായി നിൽക്കുക കേട്ടോ. പുള്ളിക്കാരിക്ക് ഇന്ന് ഇടത്തോട്ടാ. മാധവിക്കുട്ടി പല്ലൊക്കെ പറിച്ച് കണ്ടെത്തി വീണ്ടും പച്ചപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട്, കാണാൻ തന്നെ. മാധവിക്കുട്ടിയുടെ കലവര കേട്ടോ. കൈയെല്ലാം വച്ച് കുത്തിച്ച് സ്കെച്ച് പേന മൊത്തം 2 കൈ. മേധയല്ലേ നീ കാണിച്ച പരിപാടിയാ. അവർ രണ്ടെണ്ണം ഭയങ്കര കളിയാട്ടോ. ഓടിക്കറിക്കോ. പെണ്ണെ നോക്കിയിരിക്കുന്നടാ. പപ്പ കഴിക്കുന്നോ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയും. ഒരു ദോശ എടുത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ കുഞ്ഞാപ്പി രാവിലെ അവളുടെ പണി തുടങ്ങി കേട്ടോ. കുറേ നേരമായി കേട്ടോ. പാവമുണ്ട്, ദേഷ്യം വരുന്നുണ്ട് അവൾക്ക്. നീന്താൻ നോക്കുന്ന അല്ലേ കാവുന്നിട്ടല്ലേ. മടുത്ത് കിടന്ന് പണിയായിട്ട് കിടന്നു കേട്ടോ. പാവമുണ്ട്. രാവിലെ എൻ്റെ കപ്പളം കൊത്തി തിന്നാനുള്ള പരിപാടി കേട്ടോ. ഒന്നല്ല, എല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫുഡ് എടുക്കുമ്പോൾ ഇവന്മാർക്ക് അറിയാൻ തോന്നുന്നു കേട്ടോ. പിന്നെ കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് കട്ട് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് എല്ലാം വരുന്നുണ്ട്. ഇനിയിപ്പോൾ വരും, കുറേ കഴിഞ്ഞ് വരും. ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കണം ഓർത്തുകൊണ്ടിരിക്കുമോ. അപ്പോൾ എൻ്റെ കപ്പളത്തിൻ്റെ പൂത്തുണ്ട്, അതെല്ലാം കൊത്തിപ്പറിച്ച് കളയാൻ വേണ്ടിയിട്ട് വരുന്ന കാക്കകൾ പോയപ്പം അടുത്ത ആൾ വന്നു കേട്ടോ. അവനെന്തോ നോക്കാൻ വേണ്ടി വന്നു കേട്ടോ. എൻ്റെ കപ്പളം കുത്തിപ്പറിക്കാനുള്ള പരിപാടിക്കാണ് എല്ലാം. അതെ, ഇവന്മാർക്കെല്ലാം വന്ന് എൻ്റെ കപ്പളങ്ങ കുത്തിപ്പറിക്കണം. ഇപ്പോൾ കണ്ടത്ത് ഇഷ്ടമായിട്ടുണ്ട് കൊക്ക് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ബീഫ് വെക്കാൻ ഓർത്തോട്ടോ. ബീഫ് റോസ്റ്റ് കത്തി താഴ്പ്പതാണേ. അപ്പം കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്തു, ബാക്കി കൂടെ കട്ട് ചെയ്യണം. അപ്പം ബീഫ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സവോള, കൊച്ചുള്ളി, കൊത്ത പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, തക്കാളിക്ക, പിന്നെ കറിവേപ്പില. കുറച്ച് എണ്ണ ഒഴിച്ചുള്ളൂ, കാരണം ബീഫിന് ഓൾറെഡി നെയ്യ് ഉള്ളതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചുള്ളൂ. ഇനി കടുകിടാം. കടുകൊക്കെ നന്നായി പൊട്ടി തേങ്ങ കിട്ടും. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടുക. പച്ചമുളക്, ഉള്ളിയും കൊച്ചുള്ളി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ശേഷം ഉപ്പിട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കളർ വരാൻ വേണ്ടിയിട്ട്, കറിവേപ്പില. അപ്പം ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. 2 തക്കാളിക്ക ചേർക്കണം.
ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളെല്ലാം ചേർത്തു നന്നായിട്ട് എടുക്കാം. ഇതിലേക്ക് ബീഫ് ചേർക്കാം. അപ്പം ബീഫൊക്കെ ഇട്ടു എല്ലാം ഇട്ട് ഇനി കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ട് ഒരു 15 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് സവാളയും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലിടുവാണ്, അതിലൂടെ കരിയാപ്പിലയും കൂടെ. അപ്പോൾ ഇതൊരു എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതൊരു 20 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കും. അടി പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ചക്ക കേട്ടോ. ഇത് ശരിയാകുമെന്ന് അറിയത്തില്ല, കേടായിപ്പോവും. ഇവിടെ എല്ലാം കാഴ്ച വരുന്നുണ്ട്. അമ്മ ഉണ്ടോ? അമ്മേ ചക്ക കണ്ടോ? ഉണ്ടോ ചക്ക? അപ്പുറത്ത് നോക്കുമേ. കണ്ടോ അമ്മേ? അതുണ്ടോ? അപ്പുറ സൈഡ് നോക്കുമേ. അപ്പുറ സൈഡുണ്ട് കണ്ടോ? അതൊരു ചക്ക കണ്ടോ? അപ്പുറത്തുണ്ടോ? ഇപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളുടെ ആദ്യത്തെ ചക്ക കേട്ടോ. പക്ഷേ ഇത് എത്ര ആവും നിർത്തില്ല. ഇത് കൂഴയാണ്. നല്ല പ്രാവശ്യം കൊണ്ടാണ് കേട്ടോ. മമ്മി നട്ടേക്കെന്നെല്ലാം ഇഷ്ടംപോലെ തൈയുണ്ട് മമ്മി പറഞ്ഞേ. മിനിറ്റ് വരെ നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരാൾ വന്ന് എന്നെ തപ്പി വന്നിട്ടുണ്ട് കേട്ടോ. ഫുഡൊക്കെ കൊടുത്ത് കഴിച്ചിട്ട് പോയി കിടക്കുന്ന ഭാവമാണ്. വൈകി കുഞ്ഞാവയുണ്ട്. അപ്പം രാവിലെയും വൈകിട്ടും എന്നും രാവിലെ വരും കേട്ടോ. അപ്പോൾ രാവിലെ ഒന്ന് കഴിച്ചിട്ട് പോയി ഉച്ചയ്ക്ക് ഒന്ന് കഴിച്ചിട്ട് പോവുക. പിന്നെ ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പം പിന്നെയും വരും. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ മകുതിയെ മേതെ വിളിക്കാൻ വേണ്ടി പോവാം. നല്ല മഴയൊക്കെ ഇല്ല. അപ്പോൾ നേരത്തെ വിളിച്ചുകൊണ്ട് വരാൻ ഓർത്തു. അപ്പോൾ ഞാൻ ഇറങ്ങി. ചേച്ചി വിളിച്ചിട്ട് വരാവേ കേട്ടോ. അപ്പോൾ പൊന്നാരി അമ്മമ്മയോട് അപ്പാപ്പം കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അവരെ വിളിക്കാൻ വേണ്ടി പോവാം. പൊന്നാരിയുടെ കരി കുറച്ച് കൂടിപ്പോയി. അയ്യോ ഇച്ചിരി കൂടിപ്പോയി. കരി കുറച്ച് കൂടിപ്പോയി കേട്ടോ. കൊച്ചെന്നെ ഒന്നും പറയാതൊന്നുമില്ല. ടാറ്റാ ടാറ്റാ. വന്നോടി കയറാം. ആ കയറ. എന്താ അമ്മേ? വരുന്ന വഴിക്ക് മേതക്കുട്ടിക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. അതിന് സന്തോഷത്തിൽ ഇരിക്കുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.